പ്രളയമോ ഉരുൾപൊട്ടലോ അങ്ങനെയുള്ള എന്ത് പ്രകൃതി ദുരന്തങ്ങളുണ്ടായാലും അതോടൊപ്പം പുറത്തേക്ക് ഇറങ്ങുന്ന കുറെ വിഷജന്തുക്കളും നമ്മുടെ നാട്ടിലുണ്ട്. അമ്മയെ തല്ലിയാലും രണ്ടു പക്ഷമുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാ കാണുന്നു. ജോർജ് എന്നൊരാൾ തനിക്കും പാൽ ആവശ്യമുണ്ട് എന്നൊരു കമന്റ് ഇട്ടിരുന്നു. എന്റെ കൂടെ വില കളയാതെ പോടും. എന്തായാലും ജോർജ് ഏട്ടനെ നാട്ടുകാർ തേടിപ്പിടിച്ച് നല്ല രീതിയിൽ, അതായത് ആവശ്യത്തിലും കൂടുതൽ കൊടുത്തതായാണ് അറിയുന്നത്. നിങ്ങൾ അയാളെ എവിടെ കണ്ടാലും ഫോൺ ചെയ്താൽ മതി. അവൻ ഇനി എണീറ്റ് നടക്കാനാകാത്ത നിലയിലാക്കിയിട്ട് ഞങ്ങൾ വിടും. നല്ല അടാറ് പഞ്ഞിക്കടലായിരിക്കണം, സ്മൂത്ത് ആയിരിക്കണം, വിടവുണ്ടാകരുത്. എന്താ പ്രശ്നം? തല്ലുള്ളാത്തന്നെ സൂക്കേട്. ഈ കമന്റ് ഇട്ടയാളെ കണ്ണൂരിലെ ചില നാട്ടുകാർ ചേർന്ന് ഒരു 8ന്റെ പണി കൊടുത്തിട്ടുണ്ട്. പണ്ടത്തെ പോലെയല്ല, പാറത്ത് പണി വരമ്പത്ത് കൂലി. ജോർജേട്ട കേൾക്കുന്നുണ്ടോ? ഒന്ന് പരിചയപ്പെടണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. നിന്നെ ഞങ്ങൾ പൊക്കത്തില്ലാന്ന് കരുതിയോടാ. അപ്പം ഇതുപോലെ താങ്കൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പം അത് തരാൻ വേണ്ടി വിളിച്ചതായിരുന്നു. വേണ്ട, കണ്ടാത്തോണ്ട ആടി കൊള്ളാത്തന്നെ സോക്കടാവന്. എവിടെ കൊണ്ടുവരണം? അമ്മയുടെ മുലപ്പാലിന് ഉപ്പ് നോക്കാൻ നടക്കുന്നു അലവലാദികള്. പോയിടാവുന്നു. നിങ്ങൾ മനുഷ്യനോ മൃഗമോ? അല്ല, നമ്മളിപ്പം മുലപ്പാൽ നമ്മുടെ കയ്യിൽ ആവശ്യത്തിനുണ്ട്. അപ്പം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കൊണ്ട് തരണ്ടേ? ഇതൊരു തരം രോഗ, തലയ്ക്ക് തളമയ്ക്കേണ്ടി വരുന്നാ തോന്നണേ. നീ പറഞ്ഞു ഇനി നീ എവിടെങ്കിലും പറഞ്ഞു അറിഞ്ഞാ ഇത്തരത്തിൽ സമാനമായ കമന്റ് ഇട്ട മറ്റൊരാൾ കൂടിയുണ്ട്. അതായത് ഇതെന്താ അഡ്വർടൈസ്മെന്റ് ആണോ, ഇവരെന്താ ജേഴ്സി പശുവാണോ എന്ന് കമന്റ് ഇട്ട ഒരാൾ കൂടിയുണ്ട്. നിങ്ങളെപ്പോലുള്ളവർക്ക് ഈ പ്രായത്തിൽ ഉണ്ടാകാറുള്ള ഒരു തരം രോഗമാണിത്. മലയാളത്തിൽ ഇതിന് ഞരമ്പ് രോഗം എന്ന് പറയും. ഇനി നമ്മൾ തമ്മിൽ കാണുമോ? കാണരുത്. കണ്ട അടി താൻ മേടിക്കും. നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു സഹായം ഇതാണ്, അത് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പൊ അതിന്റെ അകത്ത് കമന്റ് ഇടുന്നവർക്ക് അവരുടെ വീട്ടിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അവർക്ക് ഇങ്ങനെ ഒരു കമന്റ് ഇടാൻ അവരെ കൊണ്ട് സാധിക്കുമോ എന്നൊരു ചോദ്യം മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും പറയാനില്ല. സംസ്കാരമില്ലാത്തവന്മാർ എന്തെങ്കിലും വിവരക്കേട് പറഞ്ഞെന്ന് വിചാരിച്ചാൽ മതി. എന്തായാലും ആരുടെയും വായൊന്നും മൂടിക്കെട്ടാൻ പറ്റില്ലല്ലോ. ഏതൊക്കെ രീതിയിൽ അപവാദ പ്രചരണങ്ങൾ നടത്തിയാലും ഈ ദുരന്തത്തെയും നമ്മൾ മറികടക്കും. അതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരള ജനത കാണിച്ചു തരുന്ന മാതൃക. അത്ര പെട്ടെന്ന് കീഴടങ്ങുന്നതിൽ അർത്ഥമില്ലല്ലോ. എന്ത് തോന്നുന്നു? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സാർ? നമുക്ക് പലതും ചെയ്യാൻ പറ്റും.